സേവ്യർ ചെകുത്താന്റെ രക്ഷകൻ ആദ്യ പടയാളിയെ പുറത്തിറക്കി എമ്പുരാൻ. ക്യാരക്ടർ പോസ്റ്റർ എത്തി. മലയാളികൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. 2019 പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ത്രില്ലർ ചിത്രമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് ഇത്. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ലൂസിഫർ. മുരളി ഗോപി തിരക്കഥ എഴുതി ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായും ഖുറേഷി അബ്രഹാം എന്ന അധോലോക നായകനായും എത്തിയത്. ഇപ്പോൾ എമ്പുരാന്റെ ഓരോ അപ്ഡേറ്റും ആവേശത്തോടെയാണ് സിനിമാ പ്രേമികൾ സ്വീകരിക്കുന്നത്. മാർച്ച് 27-നാണ് എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത്. റിലീസിന് മുൻപ് സിനിമയിലെ അഭിനേതാക്കളെ പ്രേക്ഷകർക്ക് മുൻപിൽ പരിചയപ്പെടുത്താൻ ഒരുങ്ങുകയാണ് എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ. ചിത്രത്തിലെ 36 അഭിനേതാക്കളെ 18 ദിവസങ്ങളിലായി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. വരും ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും വൈകിട്ട് 6 മണിക്കുമായി ഓരോ അപ്ഡേറ്റുകൾ പുറത്തുവിടും. അഭിനേതാക്കളുടെ ക്യാരക്ടർ പോസ്റ്ററും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുന്നത്. അതിൽ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങളും പങ്കുവെക്കും. ആദ്യ ദിവസമായ ഇന്ന്, അതായത് ഞായറാഴ്ച, ലൂസിഫറിൽ സേവ്യർ എന്ന കഥാപാത്രമായി എത്തിയ ജെയിംസ് ജോസിന്റെ ക്യാരക്ടർ പോസ്റ്ററും വീഡിയോയുമാണ് പുറത്തുവിട്ടത്. എമ്പുരാനിലെ 36-ാമനാണ് ജെയിംസ്. ലൂസിഫറിന് ശേഷം എമ്പുരാനിലും ഭാഗമാകാൻ സാധിച്ചതിനെ കുറിച്ചാണ് ജെയിംസ് തന്റെ വീഡിയോയിലൂടെ പങ്കുവച്ചത്. എമ്പുരാനെ കുറിച്ച് ജെയിംസ് ജോസ് പറഞ്ഞ വാക്കുകൾ: നമസ്കാരം, ഞാൻ ജെയിംസ് ജോസ്. വളരെ സന്തോഷമുള്ള നിമിഷത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ലൂസിഫറിന് ശേഷം എമ്പുരാനിലും എനിക്ക് ആ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു. ഏകദേശം ഒരു 10-25 സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷമാണ് എനിക്ക് ലൂസിഫറിൽ അഭിനയിക്കാനായത്. ലൂസിഫറിൽ ലാലേട്ടനൊപ്പമുള്ള എന്റെ ഒരു എൻട്രി ഉണ്ട്. ഞാനും ഷാജോണും ലാലേട്ടന്റെ ഇടവും വരവുമായിട്ട് വരുന്ന എൻട്രി ആയിരുന്നു അത്. അന്നത് ട്രെയിലറിലും പോസ്റ്ററിലും ഒക്കെയായി വന്നിരുന്നു. അതോടെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ജനങ്ങൾ തിരിച്ചറിയുന്ന നടനായി മാറി. ലൂസിഫറിലെ ആ ഒരൊറ്റ വേഷത്തിലൂടെയാണ് അതിന് സാധിച്ചത്. എമ്പുരാന്റെ ചർച്ച വരുന്നത് മുതൽക്ക് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എമ്പുരാനിൽ ഉണ്ടാകുമോ എന്നതായിരുന്നു ആ ചോദ്യം. ഈയിടെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത്. എമ്പുരാനിൽ ഞാനും ഉണ്ടാകണേ എന്നൊരു പ്രാർത്ഥന എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. മുരളി ഗോപിയെ പോലെ ഇത്ര പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ എഴുതുന്ന കഥയെ ഇത്ര നന്നായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും കഴിവുള്ള ഡയറക്ടർമാരിൽ ഒരാളാണ് പൃഥ്വിരാജ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സിനിമയുടെ ഓരോ ചെറിയ കാര്യങ്ങളും കാണുമ്പോഴും ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ സിനിമയുണ്ടെന്ന് മനസ്സിലാകും. വളരെ കുറച്ച് സീനുകളിൽ മാത്രമേ എനിക്ക് ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയിട്ടുള്ളൂ. എങ്കിലും എനിക്ക് ഷൂട്ടില്ലെങ്കിലും ഞാൻ വളരെ അത്ഭുതത്തോടെ അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ മാറി നിന്ന് ആർക്കും ശല്യമില്ലാതെ കാണുമായിരുന്നു. സിനിമയിലെ ഓരോ സീക്വൻസ് എടുക്കുമ്പോഴും, പ്രത്യേകിച്ച് ലാലേട്ടൻ സിനിമയിൽ ഉപയോഗിച്ച കാർ വരുമ്പോൾ തന്നെ ഉള്ളിൽ ലാലേട്ടൻ വരുന്ന ഫീൽ നമുക്ക് കിട്ടും. ലാലേട്ടന്റെ മുഖം കാണുന്നത് പോലുള്ള ഫീൽ ആകും അത്. ലാലേട്ടൻ വരുന്നെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അതിന്റെ മൂവ്മെന്റ് എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സിനിമയുണ്ട് എന്നതാണ് സത്യം. നമ്മളെല്ലാവരെയും അതിശയിപ്പിക്കുന്ന, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ കണ്ടിറങ്ങാൻ പറ്റുന്ന, ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും എമ്പുരാൻ. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. നമ്മൾ കാത്തിരുന്ന എമ്പുരാൻ മാർച്ച് 27-ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, ജെയിംസ് ജോസ് പറഞ്ഞു.